ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു വർഷത്തേക്ക് ഇൻറ്റേൺഷിപ്പിനായിട്ട് എറണാകുളത്തോട്ട് പോവാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ എറണാകുളത്തേക്ക് ഞാനും അച്ഛനായിട്ട് പോകുവാണ്. സാധനങ്ങളൊക്കെ അച്ഛനാണ് കാറിലോട്ട് എടുത്ത് വെച്ചത്. ഇപ്പോൾ പാക്ക് ചെയ്ത് വെച്ച് ഇതിൽ കൂടുതൽ കുറേ ലഗേജസ് ഒക്കെ ഉണ്ടായിരുന്നു. 2-3 അച്ഛൻ എടുത്തുകൊണ്ട് പോയി അങ്ങ്. അപ്പോൾ ബാക്കി അവിടെ ഇരുന്ന് കാണിച്ചത് ഇത് തലേന്ന് വൈകുന്നേരം ആയപ്പം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അവിടെ കൊണ്ട് വെച്ചിരുന്നത്. അതൊക്കെ ഇനി പാക്ക് ചെയ്ത് എല്ലാം അടുക്കി പെറുക്കി വെക്കണം. ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ട്. യൂണിഫോം ആയിരുന്നു, പിന്നെ ഞങ്ങൾക്ക് പിന്നെ കളറാക്കി തന്നു. അവന് കളറെല്ലാം വാങ്ങിച്ച് കുറേ ഡ്രസ്സൊക്കെ ആയി. എല്ലാം കൂടെ താങ്ങിക്കൊണ്ട് പോകണം. കാരണം ഒരു 8 ലഗേജ് ഉണ്ടായിരുന്നു. പാക്ക് ചെയ്ത് വന്നപ്പോഴോ 11:15 എല്ലാം ചെയ്ത് വന്നപ്പോൾ 11:15. ടയേർഡെന്ന് വെച്ചാൽ ഭയങ്കര ടയേർഡായിരുന്നു. ഉച്ചയ്ക്ക് തുടങ്ങിയ പാക്കിങ്ങാണ്, തീരുന്നത് രാത്രിയിലും. ഞാൻ തന്നെയാണ്, എന്നെ അമ്മയച്ഛനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. മോസ്റ്റ്ലി ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. കാരണം അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ച് അങ്ങനെ രാവിലെ തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇനിയിപ്പോൾ ഇറങ്ങുന്ന കുറേ പാർട്ടുകളാണ് കാണിക്കുന്നത്. അങ്ങനെ വാതിലെല്ലാം പൂട്ടി അമ്മയും ഞാനും എല്ലാം ഇറങ്ങുവാണ്. അമ്മ വരുന്നില്ല, സ്റ്റിൽ ഞാൻ പോകുന്ന കാരണം അമ്മ എൻ്റെ കൂടെ വന്നേ. പിന്നെ റിയോയ്ക്കൊക്കെ ടാറ്റു കൊടുത്തിട്ട് ഇറങ്ങാന്ന് വെച്ച് അവനെ നോക്കി. അങ്ങനെ രാവിലെ തന്നെ അതേ കാറിൽ നമ്മുടെ വീടിൻ്റെ വാതിക്ക് ഇപ്പോൾ റോഡെല്ലാം പണി ചെയ്ത് സെറ്റാക്കി ഇട്ടേക്കുക. അപ്പം നമുക്കിനി അവിടെ നിന്ന് അങ്ങ് പോകണം. അങ്ങനെ രാവിലെ തന്നെ അതേ ഇപ്പോൾ ഇറങ്ങി ഞാനും അച്ഛനും കൂടെ നേരെ അങ്ങ് വിടുക. അപ്പോൾ ബൈപ്പാസൊക്കെ കയറിയാണ് ഞങ്ങൾ പോകുന്നത്. ഈ ബൈപ്പാസ് വഴി പോകുമ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ബീച്ചൊക്കെ കാണാം. നല്ല ഭംഗിയായിട്ട് ഈ ബൈപ്പാസ് വഴി വന്നാൽ ഞങ്ങളുടെ ഈക്കോ കാറും കൂടെ. അപ്പം നല്ല പൊക്കമാണ് സീറ്റിനൊക്കെ. ഇതിൻ്റെ ഈ കാറിലിരുന്നുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഞാനപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കാണിക്കുന്ന നല്ല രസമായിട്ട് നല്ല നീല കളറിലിങ്ങനെ കടലിങ്ങനെ കിടക്കുന്നതാണ് തന്നെ എന്ത് ഭംഗിയല്ലേ. ആ കാഴ്ചയെല്ലാം കണ്ടിങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കും. പിന്നെ തലേന്ന് രാത്രിയിലത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാരണം നല്ല ടയേർഡുണ്ട്, നല്ല ക്ഷീണമുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. സ്റ്റിൽ പിന്നെ ഞാനും കൂടെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ വണ്ടി ഓടിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാൻ ഒരാൾ വേണ്ടേ. അത് കാരണം പിന്നെ അച്ഛനുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് അങ്ങ് പോകുക. ഞാനപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്നത് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലാണ്. നമ്മുടെ മരട്, എറണാകുളം മരടിലാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ ഇനി 1 ഇയർ ഞാൻ എൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്നു. ഞാൻ പഠിച്ച കോഴ്സ് ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ് PA എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. മംഗലാപുരത്താണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റേൺഷിപ്പായിട്ട് ഞങ്ങൾക്കിവിടെ കേരളത്തിൽ തന്നെ കിട്ടി ഹോസ്പിറ്റൽ. അങ്ങനെ ഞാൻ എറണാകുളത്ത് ലേക്ക് ഷോറിൽ 1 ഇയറിലോട്ട് പോവുക. ഇതിന് മുമ്പ് ലേക്ക് ഷോറിൽ പോയി നിന്നിട്ടുണ്ട്. പ്രാക്ടിക്കലൊക്കെ ചെയ്ത ലേക്ക് ഷോറിൽ തന്നെ ആയിരുന്നു. അപ്പം ഈ 2-3 മന്ത്സ് കൂടുമ്പോൾ ഇവിടെ എപ്പോഴും വരണം. അങ്ങനെ 2-3 മാസം പിന്നെ ഇവിടെ ആയിരിക്കും ലേക്ക് ഷോറിൽ നിൽക്കും. പിന്നെ 2-3 മാസം മംഗലാപുരം. അങ്ങനെ ഫുള്ള് എവിടെയും കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ടില്ല. എപ്പോഴും ഒന്നെങ്കിൽ എറണാകുളം ഇല്ലേ മംഗലാപുരം ഇല്ലേ വീട്ടിൽ ഇങ്ങനെ ചാടി നിൽക്കുന്നത്. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എവിടെ നിന്നിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ലേക്ക് ഷോർ എത്താറായിട്ടുണ്ട്. നമ്മളിപ്പം എറണാകുളം പാലം കയറി. ഇവിടെ ഇപ്പം ലേക്ക് ഷോർ അങ്ങ് കാണുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ടെത്തി. നമ്മൾ ഇവിടെയാണ് നിൽക്കാൻ പോകുന്നത് ഇനി 1 ഇയർ. അങ്ങനെ ഈ വീട്ടിലോട്ടൊക്കെ എത്തി. അവിടെ ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്ത പൂച്ചകൾ. എനിക്ക് പൂച്ചകൾ ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ഒരു ക്രേസാണ് പൂച്ച എന്നൊക്കെ പറയും. പിന്നെ അവിടെ ചെന്നിട്ട് ഒന്ന് ഒമ്പാനിക്കണം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇതാ കാണുന്ന ലേക്ക് ഷോറാണ് കേട്ടോ. അത് ഒന്നും കൂടെ ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി അച്ഛനോട് സാധനങ്ങൾ എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രോഡ്വേയിലോട്ട് പോകും. അവിടെ നിന്ന് സാധനമൊക്കെ എടുക്കുന്നതാണ്. എനിക്ക് 2-3 ബാഗ് എടുക്കണമായിരുന്നു. അപ്പോൾ അച്ഛനോട് ഞാനും പോകാമെന്ന് വെച്ചു. പിന്നെ അച്ഛൻ സാധനമൊക്കെ എടുത്ത് വരുമ്പോൾ സന്ധ്യയാവും. എനിവേ ഒരു വൈകുന്നേരം വരെ ഞാൻ അച്ഛനോട് നിൽക്കാമെന്ന് വെച്ച് അപ്പം ഞാനും അച്ഛനും കൂടെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവാം. ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ സുഭാഷ് പാർക്കിൻ്റെ ഏരിയ എനിക്ക് എറണാകുളത്ത് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണ്. നിറയെ മരങ്ങളും നല്ല തണലും നല്ലൊരു ക്ലൈമറ്റൊക്കെയാണ് അവിടെ എപ്പോഴും. നല്ല ഭംഗി. എൻ്റെ അകത്താണെങ്കിലും പോയി ഇരുന്ന് ആ ഒരു കായൽ തീരത്തൊക്കെ ഇരുന്ന് ആ കായലൊക്കെ കാണാൻ എന്ത് രസമാണ്, നല്ല ഭംഗിയാണ്. ഞാൻ മിക്കപ്പോഴും ടൈം കിട്ടുന്ന സമയത്തൊക്കെ ഇവിടെ പോകാറുണ്ട്. എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയാം, വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസാണ്. ഇനിയിപ്പോൾ നമ്മൾ ബ്രോഡ്വേയിലെത്തി. ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല പാടാണ്. അപ്പോൾ അച്ഛൻ വണ്ടി അവിടെ പാർക്ക് ചെയ്യുക. അങ്ങനെ അച്ഛനുമായിട്ട് സാധനം എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ബാഗ് കടയിലെത്തി. അച്ഛന് കടയിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ കടയിലോട്ടും എടുത്ത് എനിക്ക് ബാഗ് വാങ്ങി. അങ്ങനെ അച്ഛനുമായിട്ട് നടന്നിപ്പോൾ ഒരു ടോയ് ഷോപ്പിൽ വന്നു. അവിടെ സാധനങ്ങളൊക്കെ ടോയ്സൊക്കെ ഞാൻ കുറച്ച് കടയിലോട്ട് എടുത്ത് പിന്നെ അച്ഛനെ അവിടെ ഇരുത്തിയിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ വന്ന് വിളിച്ച് ഞങ്ങൾക്ക് വൈകുന്നേരമൊക്കെ അപ്പോൾ ഇറങ്ങി. ഇപ്പം ഇനി എന്നെ വൈകുന്നേരമായി. കുറേ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അച്ഛനെ ബസ് കയറ്റി ഫുഡ് കഴിച്ചതിന് ശേഷം അച്ഛനെ ബസ് കയറ്റി വിട്ടു. അങ്ങനെ തിരിച്ച് ഞാൻ എറണാകുളത്തോട്ട് ഞങ്ങൾ നിൽക്കുന്ന വീട്ടിലോട്ട് പോവാം.
അങ്ങനെ ബസ്സിൽ കയറി ഇരുന്ന് ഒറ്റയ്ക്കാണ്. അച്ഛൻ ഇപ്പോൾ സാധനമൊക്കെ എടുത്തിട്ട് അച്ഛനങ്ങ് നേരെ വീട്ടിലോട്ട് പോയിക്കോളും. അപ്പം ഞാൻ ഓർത്ത് വൈകിട്ട് എന്നെയും കൂടെ ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ ഞാൻ എൻ്റെയും കൂടെ കുറച്ച് ഷൂട്ടൊക്കെ എടുത്തു. ആ ഫേസ് കണ്ടാലറിയാം നല്ല ടയേർഡാണ്, നല്ല രീതിയിൽ കരിഞ്ഞിരിക്കുക, നല്ല ചൂടൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വൈറ്റില ഹബ്ബി വന്ന് നമ്മൾ ബ്രോഡ്വേയുടെ അവിടെ നിന്ന് കയറി വൈറ്റില ഹബ്ബി വന്ന് അവിടെ നിന്ന് വേറെ ബസ് കയറിയാണ് പോകുന്നത്. അപ്പോൾ ഇനി പോകുന്ന വഴിക്കുന്ന ഫോറത്തിൽ ഇറങ്ങണം, കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ടെങ്കിൽ വീട്ടിലോട്ടൊക്കെ കുറച്ച് സാധനം വാങ്ങിക്കുക. കുക്കിങ്ങാണ്, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ച് അങ്ങനെ ഞാൻ ഫോറത്തിലോട്ട് നടക്കുക. പിന്നെ ഫോറത്തിലോട്ട് എത്തി എനിക്ക് കുറച്ച് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വെച്ച്. ഒറ്റയ്ക്കാണ്, പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഒറ്റയ്ക്കൊക്കെ പോകാനും വരാനും ഒക്കെ, കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കൂടുതലുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇപ്പം അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ച് അവിടോട്ട് കയറി എനിക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് ബ്രെഡും തൈരും അങ്ങനെ നമുക്ക് വീട്ടിലോട്ട് കിച്ചണിലോട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് ഞാൻ പോകുക. സാധനങ്ങൾ വേണ്ടതൊക്കെ വാങ്ങിച്ച് നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, അത് കാരണം എല്ലാത്തിൻ്റെയും ഹാഫ് പ്രൈസിന് എനിക്ക് കിട്ടി. അങ്ങനെ ഇതാണ് നമ്മുടെ വീട്. നമ്മൾ വീട്ടിലോട്ടെത്തി. തിരിച്ചു വരുന്ന വഴിക്ക് ബസ്സിൽ നല്ല തിരക്കായിരുന്നു, എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല തിരിച്ച്. അങ്ങനെ റൂമിൽ വന്ന് ഭയങ്കര ടയേർഡാണ്. രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്, ഒരുപാട് ടയേർഡാണ്. ഇനി ഈ സാധനങ്ങളൊക്കെ എടുത്ത് എനിക്ക് ഒതുക്കി വെക്കണം. അങ്ങനെ ഫുള്ള് ടയേർഡായി. ഇനി കുളിച്ച് റെഡിയായിട്ട് എനിക്ക് ഇതെല്ലാം അൺപാക്ക് ചെയ്ത് അതാത് സ്ഥലങ്ങളിലൊക്കെ വെക്കണം. നല്ലതായിട്ട് വിയർത്തൊലിച്ചിട്ടുണ്ട്, നല്ല ടയേർഡാണ്. എനിവേ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.